സുഹൃത്തുക്കളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം 34, 35 എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 34, അതിനകത്ത് രാമായണ കഥയാണ്. 34, 35 കൂടെ രാമായണ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് 34 ഹനുമത് സംഗമം വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വൃത്തം എന്ന് പറയുന്നത് ശ്രദ്ധര. രാമായണം എന്ന് പറയുന്ന ആ ഒരു കഥ ഇവിടെ ഭട്ടതിരിപ്പാട് 2 ദശകങ്ങളിലായിട്ട് ചുരുക്കി എഴുതിയിരിക്കുകയാണ്. എന്നാൽ കഥയെല്ലാം ഉണ്ട്, ആ ശ്ലോകങ്ങളിലൂടെ കഥയെല്ലാം ഉണ്ട്, ഒന്നും വിട്ടുപോയിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ ഒന്ന് ചുരുക്കി എഴുതിയിരിക്കുകയാണ്. രാമായണ കഥ ഹനുമത് സംഗമം വരെ. അപ്പൊ ഇവിടെ രാമായണ കഥ ആയതുകൊണ്ട് ആദ്യം ആ ശ്ലോകത്തിന് മുമ്പ് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ, ഇത് ചൊല്ലിയിട്ടാണ് ആ നാരായണീയ ശ്ലോകങ്ങൾ ചൊല്ലാറ്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്ലോകം ചൊല്ലാൻ നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം. ഗീർവാണൈർ അർധ്യമാനോ ദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രേയാം ഇഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാംന. ഇവിടെ 4 പേരുടെയും ജനനം, രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അങ്ങനെ 4 പേരുടെയും ജനനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നാരായണ ജപിക്കണം. നാരായണ 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 നാരായണ. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താതവാച മുനി കഥിതമനുദ്വന്ദ്വശാന്ത്വാദ്വഖേദ. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താതവാച മുനി കഥിതമനുദ്വന്ദ്വ ശാന്ത്വാധ്വ, അവിടെ എല്ലാം അടയാളുണ്ട്, ശാന്ത്വാധ്വ ഖേദ. നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. നൃണാം ത്രാണായ ബാണൈർ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവ സിദ്ധാശ്രമാഖ്യം. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരേർ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഢം ധനുരവനിസുതാം ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരഭിച സമം ഭ്രാതൃവീരൈ സദാരൈ. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരേർ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഢം ധനുരവനിസുതാം ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ, അവിടെ വീരൈ എന്നുണ്ട്, വീരൈ സദാരൈ, അവിടെ രൈ. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ
യാതേ യാതോസ്യ യോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താതാരബ്ധോഭിഷേക സ്തവ കില വിഹത കേകയാധീശപുത്ര്യാം ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്വ തേജോ യാതേ യാതോസ്യ യോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താതാരബ്ധോഭിഷേക സ്തവ കില നിഹത തവ കില വിഹത കേകയാധീശപുത്ര തവ കില വിഹത കേകയാധീശപുത്ര താതോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ നാവാസന്ദീര്യ ഗംഗാം അധിപദവി പുനസ്തംഭരദ്വാജമാരാസ് നത്വാ തദ്വാക്യഹേതോർ അതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രീം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോ ശാരഭംഗീം നത്വാഗസ്ത്യം സമസ്താശരനികര സപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനുച മുനിന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാത് ഗോദാതടാന്തേ പരിരമസി പുര പഞ്ചവഡ്യാം വധൂഢ്യാം പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതിർ അർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലൂന നാസാം താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലൂന നാസാം നാസാം എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറയരുത്, നാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധ സമധികാൻ തക്ഷണാദക്ഷതോഷ്മാ സോദര്യാ പ്രോക്തവാർത്ത വിവശദശമുഖാത് ഇഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷ്യ. അവിടെ ഇഷ്ടമാരീചമായ സാരംഗം, അതൊന്ന് ചേർത്ത് പറയാം. സോദര്യ പ്രോക്തവാർത്ത വിവശദശമുഖാത് ഇഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷ്യ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവദനുജാം രാവണസ്താം അഹർഷീത് തേനാർത്തോപി ത്വമന്ത കിമപി മുദമധാസ്തദ്വധോപായലാഭാത് ഭൂയസ്തന്വീം വിചിന്വൻ അഹൃതദശമുഖസ്ത്വദ്വധൂം മദ്വധേനേതി ഉക്ത്വാ യാതേ ജടായൗ ദിവമധ സുഹൃദ പ്രേതനോ പ്രേതകാര്യം ഗൃണ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം
സംപ്രാപ്തോ വാദസൂനം വൃഷമുദിതമന പാഹി വാതാലയേശ. വാതാലയേശ എന്ന് പറയുന്ന ആരെയാ? ഭഗവാനെയാ, ഗുരുവായൂരപ്പനെയാ പറയുന്നത്. വാതാലയേശ ഭഗവാനെ. അത് കഴിഞ്ഞിട്ട് അവിടെ ആ ഹനുമത് സംഘമാണല്ലോ, ഹനുമാനെ കാണുന്നതാണ്. അപ്പോൾ മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി. അതുകൂടെ പറഞ്ഞിട്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ചൊല്ലാം. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാത്വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇവിടെ ഇത് ചൊല്ലുമ്പോൾ ഞാനാണെങ്കിൽ വളരെ സ്ലോയിൽ ചൊല്ലുന്നുണ്ട്. അത്രയും സ്ലോയിൽ ചൊല്ലണ്ട, പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ ഒന്ന് സ്പീഡിൽ ചൊല്ലാം. ഇത് ആ വാക്കുകൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറേ കൂടെ സ്ലോയിൽ ചൊല്ലുന്നത്. അപ്പൊ ഇത്രയും സ്ലോയിൽ ചൊല്ലണമെന്നില്ല. അടുത്തത് ദശകം 35. അതും സൃക്തര തന്നെയാണ്. രാമായണ കഥ സുഗ്രീവ സഖ്യം മുതലാണ്. അപ്പൊ ഇനി സുഗ്രീവനോടുള്ള ആ ഒരു സഖ്യം, അതിന് ശേഷമുള്ള അതാണ് ഇതിനകത്ത് പറയുന്നത്. നീത സുഗ്രീവ മൈത്രീം തദനു ഹനുമത ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയോ ലുലവിധയുഗപത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാവനൈഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. വർഷാവേലാവനൈഷീർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയത വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമധദൈതാം മാർഗണായവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കപിഭിരപി തദാ തത്പ്രിയാ സപ്രയാസൈ ത്വദ്വാർത്താ കർണനോദ്യത് ഗരുദുരുജവ സമ്പാതി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനകജാം വീക്ഷ്യദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഢബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടിദിശ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. എന്താണ്? ത്വത് വാർത്താ കർണനോദ്യത് ഗരുദുരുജവ സമ്പാതി വാക്യ പ്രോത്തീർണാർണോധിരന്തർ നഗരി ജനകജാം വീക്ഷ്യ ദത്വാങ്കുലീയം. ബുക്ക് നോക്കിയിരുന്നാല് മനസ്സിലാകും. പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സോഢ ബന്ധോ ദശാസ്യം. ദൃഷ്ട്വ, അവിടെ വാ അടയാളമുണ്ട്. ദൃഷ്ട്വ, പ്ലുഷ്ട്വ, അവിടെ അതുപോലെ തന്നെയാണ്. പ്ലുഷ്ട്വ, അതൊക്കെ അങ്ങനെ തന്നെ പറയണം. ആ പ്ലുഷ്ട്വ ചലങ്കാം ഛടിദിസ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ത്വം സുഗ്രീവാംഗദാദി പ്രബലകപിചമോ ചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രയമാണ തത്സ്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർധ്യരോഷ
പ്രാസ്താഗ്നേയാസ്ത്ര തേജസ് ത്രസദുദധിഗിര ലബ്ധവാൻ മധ്യമാർഗം തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്ര തേജസ് ത്രസദ് ഉദധിഗിര ലബ്ധവാൻ മധ്യമാർഗം കീശൈർ ആശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാധാപ്യ യാതൂന്യാമർദ്യദംഷ്ട്ര നഖശിഖരി ശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാത് നാഗാസ്ത്രബദ്ധ പദഗപതിഗരുൻ മാരുതൈർമോചിതോ ഭൂ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാത് നാഗാസ്ത്രബദ്ധ പദകപതിഗരുൻ ആരുതൈർമോചിതോ ഭൂ സൗമിത്രേ സ്തോത്ര ശക്തി പ്രഹൃതി ഗളദസൂർവാദജാനീത ശൈല ഘ്രാണാത് പ്രാണാൻ ഉപേതോ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചന ഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവേതലമഖില ചമോ ഭക്ഷിണം വ്യക്ഷിണോസ്ത്വം ഗൃണ്ണൻ ജംഭാരി സംപ്രേഷിതരഥ കവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിമബലാം അഗ്നിശുദ്ധാം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോ ജീവിത സമരമൃതൈർ അക്ഷതൈർക്ഷസംഘൈർ ലങ്കാഭർത്രാജസാകം അവിടെ ലങ്കാഭർത്രാജസാകം നിജ നഗരമക സപ്രിയ പുഷ്പകേണാം പ്രീതോ ദിവ്യാഭിഷേകൈർ അയുധ സമധികാൻ വത്സരാൻ പര്യരംസേർ മൈഥില്യാം പാപവാച ശിവ ശിവ കിലതാം ഗർഭിണീം അഭ്യഹാസീം അവിടെ ഗർഭിണീം അഭ്യാസി എന്നേ ഉള്ളൂ. ഞാൻ വായിച്ചപ്പോ അഭ്യാസി എന്ന് പറഞ്ഞു. മൈഥില്യാം പാപവാച ശിവ ശിവ കിലതാം ഗർഭിണീം അഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാം ലവണ നിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവത് വാൽമീകിഗേഹേ കൃതവസതിരുപാസൂതസീതാസുതൗ തേ താവത് വാൽമീകിഗേഹേ കൃതവസതിരുപാസൂതസീതാസുതൗ തേ വാൽമീകേ ത്വത്സുതോദ്ഗാപിതമധുരകൃതേർ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രിഘാതി സ്വയമധ സരയൂമഗ്നനിശേഷഭൃത്യൈ സാഹകം നാകം പ്രയാതോ നിജപദമഗമോ ദേവവൈകുണ്ഠമാദ്യം സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ കുനു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനോ വ്യാധിതാപാൻ. ആ ഒരു വരി 3 പ്രാവശ്യം പറയണം. അവിടെ സത്വം ഒന്നിച്ചു കയറി പറയരുത്. അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. സത്വം എന്ന് ഒന്നിച്ചു പറയുമ്പോൾ അർത്ഥം മാറും. സത്വം
സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനോ വ്യാധിതാപാൻ. സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനോ വ്യാധിതാപാൻ. അത് കഴിഞ്ഞിട്ട് ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. അത്രയും കൂടെ പറഞ്ഞിട്ട് സർവത്ര നാമസങ്കീർത്തനം പറയണം. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായിട്ട് കാണാം. എല്ലാവർക്കും നമസ്തേ.